ഹലോ, നമുക്കിന്ന് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് എന്താണെന്ന് വെച്ചാലോ. വ്യക്തമായി അറിയാത്ത വസ്തുക്കളെയോ അല്ലെങ്കിൽ പേരറിയാത്ത വസ്തുക്കളെയോ ആളുകളെയോ സ്ഥലങ്ങളെയോ പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നത്. ഈ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് 16 ഉള്ളത്. ഈ 16 നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡെഫിനിറ്റ് പ്രൊനൗണുകളാണ്. ഈ 16 ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസിൽ 4 വസ്തുക്കളെ കുറിച്ച് പറയാനും 4 സ്ഥലങ്ങളെ കുറിച്ച് പറയാനും 8 ആളുകളെ കുറിച്ച് പറയാനാണ് യൂസ് ചെയ്യുന്നത്. വസ്തുക്കളെ കുറിച്ച് പറയുന്ന ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ആണ് സംതിങ് എന്തോ, എനിത്തിങ് ഒന്നും, എവരിത്തിങ് എല്ലാം, നത്തിങ് ഒന്നും. ഇവിടെ എനിത്തിങ്ങിൻ്റെ നത്തിങ്ങിൻ്റെ മീനിങ് സെയിം ആണ്, പക്ഷേ ഇവയുടെ ഉപയോഗത്തിൽ വ്യത്യാസമുണ്ട്. അതേപോലെ വസ്തുക്കളെ കുറിച്ച് പറയുന്നതായതുകൊണ്ട് ഇവ അവസാനിക്കുന്നത് തിങ് എന്ന് പറഞ്ഞിരിക്കുന്ന വേർഡിലാണ്. സ്ഥലങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്ന 4 ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ആണ് സംവെയർ എവിടെയെങ്കിലും, എനിവെയർ എവിടെയാണെങ്കിലും, എവരിവെയർ എല്ലായിടത്തും, നോവെയർ ഒരിടത്തും. സ്ഥലങ്ങളെ കുറിച്ച് പറയുന്നതായതുകൊണ്ട് തന്നെ ഇവ അവസാനിക്കുന്നത് വേർ എന്ന് പറഞ്ഞിരിക്കുന്ന വേർഡിലാണ്. ആളുകളെ കുറിച്ച് പറയാനായിട്ട് 8 ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ആണ് ഉള്ളത്. സംവൺ അല്ലെങ്കിൽ സംബഡി ആരോ, എനിവൺ അല്ലെങ്കിൽ എനിബഡി ആരെങ്കിലും, എവ്രിവൺ അല്ലെങ്കിൽ എവരിബഡി എല്ലാവരും, നോവൺ അല്ലെങ്കിൽ നോബഡി ആരും. ആളുകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രൊനൗൺസ് അവസാനിക്കുന്നത് വൺ എന്ന വേർഡിലായിരിക്കും അല്ലെങ്കിൽ ബോഡി എന്ന് പറയുന്ന വേർഡിലായിരിക്കും. ഇത് ഏത് നമ്മൾ യൂസ് ചെയ്താലും കുഴപ്പമില്ല. സംവണ്ണ് ഉപയോഗിക്കാം അല്ലെങ്കിൽ സംബഡി ഉപയോഗിക്കാം, അങ്ങനെ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഈ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് എല്ലാം സിംഗുലർ ആയതുകൊണ്ട് അതിനുശേഷം വരുന്ന വെർബ് എല്ലാം സിംഗുലർ തന്നെ ആയിരിക്കണം. അതായത് ഈ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് എല്ലാം ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് ആയിട്ട് വരാണെങ്കിൽ അതിനുശേഷം വരേണ്ടത് സിംഗുലർ വെർബാണ്. നമുക്ക് ഇന്ന് എക്സാമ്പിൾസ് നോക്കാം. സംവൺ ഈസ് വെയിറ്റിംഗ് ഫോർ യു അല്ലെങ്കിൽ സംബഡി ഈസ് വെയിറ്റിംഗ് ഫോർ യു. ആരോ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ സംബഡീസ് അല്ലെങ്കിൽ സംവൺ യൂസ് ചെയ്തിരിക്കുന്ന ആരോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന ആൾക്ക് ആ വ്യക്തിയുടെ പേരറിയില്ല, അതുകൊണ്ടാണ് ഇവിടെ സംബഡി അല്ലെങ്കിൽ സംവൺ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ സബ്ജക്റ്റായിട്ട് സിംഗുലർ ആയിട്ട് വന്നുകൊണ്ട് ഇതിന് ശേഷം വരുന്ന വെർബും സിംഗുലർ ആയിരിക്കും. അതുപോലെ ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസും ആണ്. എവരിബഡി വാസ് ലിസണിങ് അല്ലെങ്കിൽ എവരി വൺ വാസ് ലിസണിങ്, എല്ലാവരും ശ്രദ്ധിക്കുകയായിരുന്നു. ഇവിടെ എവരിബഡി അല്ലെങ്കിൽ എവരി വൺ യൂസ് ചെയ്തിരിക്കുന്നത് ആളുകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ എവരിബഡി കേൾക്കുമ്പോൾ നമുക്ക് പ്ലൂറലായിട്ട് തോന്നുമെങ്കിൽ അത് സിംഗുലർ ആയിട്ടുള്ള ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആണ്. സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഇതിന് ശേഷം വന്നിരിക്കുന്ന വെർബ് സിംഗുലർ ആണ്. ഇവിടെ വാസാണ് സിംഗുലർ ആയിട്ടുള്ള വെർബ്. കൂടാതെ ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസും ആണ്. നോ വൺ കോൾഡ് മീ, ആരും എന്നെ വിളിച്ചില്ല. ഇവിടെ നോ വൺ ആണ് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ. ആരും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നോ വൺ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു നെഗറ്റീവ് മീനിങ് തരുന്നെങ്കിൽ ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഡോണ്ട് കോൾ എനിവൺ, ആരെയും വിളിക്കരുത്. ഇവിടെ എനിവൺ ആണ് നമ്മുടെ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ. ആരെയും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ എനിവൺ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളൊക്കെ നെഗറ്റീവ് സെൻറ്റൻസുകളായിരിക്കും. കൂടാതെ ക്വസ്റ്റ്യനുകളിലുമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ ഡോണ്ട് കോൾ എനിവൺ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഡിഡ് യു സീ എനിവൺ, നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ആരെങ്കിലും എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് എനിവൺ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സംതിങ് ഈസ് റൈറ്റ്, എന്തോ ഒന്ന് ശരിയാണ്. ഇവിടെ സംതിങ് എന്തോ ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ടാണ് നമ്മൾ സംതിങ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ യൂസ് ചെയ്തിരിക്കുന്നത്. സംതിങ് സബ്ജക്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ അതിനുശേഷം വന്നിരിക്കുന്ന വെർബ് ഈസ് ആണ്. ഈസ് എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടുള്ള വെർബാണ്. ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് കൂടെയാണ്. എവ്രിതിങ് ഹാസ് വാല്യൂ, എല്ലാത്തിനും വാല്യൂ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ എവ്രിതിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ച് ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു പ്ലൂറൽ ആയിട്ടുള്ള തോന്നിയാലും ഇത് സിംഗുലർ ആയിട്ടുള്ള ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആണ്. ഇതൊരു കാര്യത്തിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഇത് സബ്ജക്റ്റായി വന്നിരിക്കുന്നുണ്ട്. ഇതിന് ശേഷം വന്നിരിക്കുന്ന നമ്മുടെ വെർബ് സിംഗുലർ ആയിട്ടുള്ള വെർബാണ്. ഹാസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഐ ഹാവ് നത്തിങ് ഫോർ യു, നിനക്കായി എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. ഇവിടെ നത്തിങ് ആണ്, ഒന്നുമില്ല എന്നാണ് പറയുന്നത്. നത്തിങ് ആണ് ഇവിടുത്തെ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആയിട്ട് വന്നിരിക്കുന്നത്. കൂടാതെ ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ നെഗറ്റീവ് മീനിങ് തരുന്നൊരു സെൻറ്റൻസും കൂടിയാണ്.
ദേ ഡിഡിൻ ബൈ എനിത്തിങ് യെസ്റ്റർഡേ. അവരിന്നലെ ഒന്നും വാങ്ങിയില്ല. ഇവിടെ ഒന്നും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എനിത്തിങ് യൂസ് ചെയ്തിരിക്കുന്നത്. അവരെന്നാലും ഒന്നും വാങ്ങിയില്ല എന്ന് പറഞ്ഞൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നെഗറ്റീവ് സെൻറ്റൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിത്തിങ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ. ഷീ ഫോളോഡ് മീ എവ്രിവെയർ. അവൾ എല്ലായിടത്തും എന്നെ ഫോളോ ചെയ്തു എന്നാണ് പറയുന്നത്. ഇവിടെ സ്ഥലത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് എവ്രിവെയർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻഡെഫിനിറ്റ് പ്രോണൗൺ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസും കൂടെയാണ്. ഐ ഹാവ് ലോസ്റ്റ് മൈ കീസ്. എൻ്റെ കീ എവിടെയോ കളഞ്ഞു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ എവിടെയോ ഏതോ ഒരു സ്ഥലത്തിനെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ് ഇവിടെ നമ്മൾ സംവെയർ എന്ന് പറഞ്ഞിരിക്കുന്ന ഇൻഡെഫിനിറ്റ് പ്രോണൗൺ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസും കൂടെയാണ്. ഹാവ് നോവെയർ ടു പ്ലേ. അവർക്ക് കളിക്കാനൊരു സ്ഥലമില്ല എന്നാണ് പറയുന്നത്. ഇവിടെ സ്ഥലമില്ല, ഒരു പ്ലേസ് ഇല്ല എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മളിവിടെ നോവെയർ എന്ന് പറഞ്ഞിരിക്കുന്ന ഇൻഡെഫിനിറ്റ് പ്രോണൗൺ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, എന്നാൽ നമുക്കൊരു നെഗറ്റീവ് മീനിങ് തരുന്നൊരു സെൻറ്റൻസ് ആണ്. പോയി എനിവേ, നമുക്ക് എവിടെ ആണെങ്കിലും പോവാം. ഇവിടെ സ്ഥലത്തിൻ്റെ പേര് കൃത്യമായി പറയാണ്ട് എവിടെ വേണമെങ്കിലും ഏത് സ്ഥലത്ത് വേണമെങ്കിലും പോകാമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എനിവേർ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഇനി ഈ സെൻറ്റൻസുകളൊക്കെ ഐ നോ നത്തിങ് അബൌട്ട് ഫുട്ബോൾ. എനിക്ക് ഫുട്ബോളിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇവിടെ ഫുട്ബോളിനെ കുറിച്ച് ഒരു കാര്യവും അറിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നത്തിങ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്കൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷെ നമുക്കൊരു നെഗറ്റീവ് മീനിങ് ആണ് തരുന്നത്. ഐ ഡോണ്ട് നോ നത്തിങ് അബൌട്ട് ഫുട്ബോൾ. എനിക്ക് ഫുട്ബോളിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. ഇവിടെ രണ്ട് സെൻറ്റൻസിൻ്റെ മീനിങ് സെയിം ആണ്, പക്ഷെ സ്ട്രക്ചറിലൊരു വ്യത്യാസമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നത്തിങ് യൂസ് ചെയ്ത് നമ്മൾ നെഗറ്റീവ് ഒന്നും സെൻറ്റൻസിൽ യൂസ് ചെയ്യാണ്ട് ഒരു പോസിറ്റീവ് സെൻറ്റൻസിലൂടെ നെഗറ്റീവായിട്ട് പറയുന്നു. എന്നാൽ ഇവിടെ നെഗറ്റീവ് യൂസ് ചെയ്തിട്ട് നമ്മൾ നെഗറ്റീവായിട്ട് തന്നെയാണ് ആ സെൻറ്റൻസിനെ പറയുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ പറഞ്ഞാൽ സെൻറ്റൻസ് സെയിം ആണ്. ഫസ്റ്റ് രീതിയിൽ പറയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൻറ്റൻസ് പോസിറ്റീവും മീനിങ് നെഗറ്റീവായിട്ട് വരുന്നു. രണ്ടാമത്തേൽ രണ്ടും നെഗറ്റീവാണ്, മീനിങ് നെഗറ്റീവാണ്, സെൻറ്റൻസ് നെഗറ്റീവാണ്. ഓക്കെ, ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത്. ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എനിത്തിങ് എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സെൻറ്റൻസിന് ഫുൾ നെഗറ്റീവായിട്ടാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു എനിത്തിങ് വരുന്ന ആ ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ രണ്ടാമത്തെ സെൻറ്റൻസ് ഒക്കെ ഐ നോ നത്തിങ് അബൌട്ട് ഇറ്റ്. എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത്. മീനിങ് രണ്ടിൻ്റെ സെയിം ആണ്. ഫസ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ ഒരു നെഗറ്റീവാണ് യൂസ് ചെയ്തത്. നെഗറ്റീവ് യൂസ് ചെയ്തിട്ട് നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് തന്നെയാക്കി പറഞ്ഞു. രണ്ടാമത്തേന് നമ്മൾ സെൻറ്റൻസ് പോസിറ്റീവായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നത്തിങ് എന്ന് പറഞ്ഞ വേർഡ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളത് നെഗറ്റീവ് മീനിങ്ങിലേക്കാക്കി മാറ്റി. സെൻറ്റൻസ് ഒക്കെ ഐ ഡോണ്ട് ഹാവ് എനിബഡി ടു ടോക്ക്. എനിക്ക് സംസാരിക്കാനായിട്ട് ആരുമില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ആരും ഇല്ല എന്ന് പറയാൻ വേണ്ടിയാണ് എനിബഡി യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വ്യക്തിനെ കുറിച്ച് പറയണതുകൊണ്ടാണ് എനിബഡി യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സെൻറ്റൻസ് ഫുൾ നെഗറ്റീവ് ഫോമിലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നെഗറ്റീവ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ സെൻറ്റൻസ് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. എന്നാൽ അടുത്ത സെൻറ്റൻസ് ഒക്കെ ഐ ഹാവ് നോബഡി ടു ടോക്ക്. എനിക്ക് സംസാരിക്കാൻ ആരുമില്ല. മീനിങ് സെയിം തന്നെയാണ് ഇതിൻ്റെ രണ്ടിൻ്റെ മീനിങ്. ആദ്യത്തേലും നമ്മൾ നെഗറ്റീവ് ഉപയോഗിച്ച് അത് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റി. രണ്ടാമത്തേലും നമ്മൾ നോബഡി എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളത് നെഗറ്റീവ് മീനിങ്ങിലുള്ളൊരു സെൻറ്റൻസ് ആക്കി മാറ്റി. പക്ഷേ സെൻറ്റൻസ് പോസിറ്റീവാണ്. നമുക്കിത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ രണ്ട് സെൻറ്റൻസ് പറയാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ പറയേണ്ടത്.